നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ പരാജിതനായി തീരുമെന്ന് ആചാര്യ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കി വിവേകപൂർണമായി പ്രവർത്തിക്കുന്ന വ്യക്തി ജീവിതത്തിൽ വിജയം കൈവരിക്കും. ആരുടെയും മാനസിക അടിമയാകാതെ ശക്തമായി മുന്നോട്ട് കുതിക്കുവാൻ ആവശ്യമായ ചാണക്യതന്ത്രങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മിൽ പലരും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നോക്കി നോക്കിയാണ് ജീവിക്കുന്നത്. നാം പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന ചിന്തയിൽ നമ്മുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും തീരുമാനങ്ങളുമെല്ലാം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റുന്നു. പക്ഷേ ഇത് ജീവിതത്തിൽ വൻ പരാജയങ്ങൾക്ക് കാരണമായി തീരുന്നു. നമ്മുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിയാലും അവർ ഒരിക്കലും നമ്മുടെ പ്രവൃത്തിയിൽ തൃപ്തരായി എന്ന് വരികയില്ല. ഒരു കാര്യത്തിൽ ഒരാൾ സന്തോഷിക്കുന്നുവെങ്കിൽ അതേ കാര്യം മറ്റൊരാൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതാകാം. അതിനാൽ എല്ലാവരെയും ഒരേ സമയം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്രയും വലിയ ഭ്രമമാണ്. ജീവിതത്തിൽ വിജയിക്കാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം, ആലോചിക്കാം. എന്നാൽ നാം പ്രാധാന്യം നൽകേണ്ടത് നമുക്ക് ശരിയെന്ന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളിലാണ്. നാം ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ചഞ്ചലചിത്തരാകാതെ സ്ഥിരതയോടെ നിലനിൽക്കണം. ഇന്ന് നിങ്ങളെ എതിർക്കുന്ന പലരും നാളെ നിങ്ങളെ അനുകൂലിക്കും. ഇന്ന് നിങ്ങളെ അനുകൂലിക്കുന്ന പലരും നാളെ നിങ്ങളെ എതിർക്കും. ഇത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്തെല്ലാം സംഭവിച്ചാലും ഒരു വ്യക്തി തന്റെ മനസാക്ഷിയെ പിന്തുടരുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ ആരെയും സന്തോഷിപ്പിക്കാൻ കഴിയുകയില്ല എന്നു മാത്രമല്ല, സ്വയം പോലും സന്തോഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ധർമ്മത്തിൽ ഉറച്ചു നിന്ന് ദൃഢനിശ്ചയത്തോടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യൂ. രണ്ടാമതായി നാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്നുള്ളതാണ്. ശാന്തിയും സമാധാനവും ലഭിക്കുവാനും ജീവിതത്തിൽ വിജയിക്കാനും നാം എന്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതെന്ന് വ്യക്തമായി അറിയേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആശയങ്ങൾ ഇവയെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കാൻ മാത്രം ശ്രമിച്ചാൽ ഒടുവിൽ നാം വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് നിശ്ചയിച്ച് അതിന് മുൻഗണന നൽകുക. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. ഒരു തീർച്ചയായ ദിശയില്ലാതെ നീങ്ങുന്ന കപ്പൽ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയില്ല എന്ന് ചാണക്യൻ പറയുന്നു. അതിനാൽ നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകി നാം മുന്നോട്ടു പോകണം. മൂന്നാമതായി നാം പഠിക്കേണ്ട കാര്യം വ്യക്തിപരമായ അതിരുകൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരോട് ആദരവും സഹകരണവും തീർച്ചയായും ആവശ്യമാണ്. എന്നാൽ അതിനെല്ലാം അതിരുകളും അത്രയേറെ പ്രാധാന്യമേറിയതാണ്. നമ്മുടെ വ്യക്തിപരതയിലേക്ക് കടന്നു കയറുവാൻ ആരെയും അനുവദിക്കരുത്. എന്ത് തരത്തിലുള്ള പെരുമാറ്റമാണ് നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നത്, എവിടെയാണ് നാം നോ പറയേണ്ടത്, ഇതൊക്കെ നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. നമ്മുടെ സമയം, ഊർജം, മനഃശാന്തി എല്ലാം അമൂല്യമാണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാനായി നമ്മൾ നമ്മുടെ അതിരുകൾ ഭേദിച്ച് മുന്നോട്ടു പോയാൽ ഒടുവിൽ തളർന്നു പോകും. ഒരു പരിധിവരെ സഹായിക്കാം, ക്ഷമിക്കാം, മനസ്സിലാക്കാം. പക്ഷെ അതിന് അതിരുകൾ ഉണ്ടാവണം. അതിനാൽ സാധ്യതകളുടെയും സമയത്തിന്റെയും പരിധികൾ നിശ്ചയിക്കുക. ആരെങ്കിലും അതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് എന്റെ പരിധിക്കുള്ളിൽ വരില്ല എന്ന് ധൈര്യത്തോടെ പറയുവാനുള്ള കഴിവ് നാം സ്വന്തമാക്കണം. ഇത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് തികച്ചും ആവശ്യമാണ്. നാലാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ടുള്ളവർ തുടർച്ചയായി നമ്മിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ച് നമ്മെ ചൂഷണം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ്. എല്ലാവരും അങ്ങനെയല്ലെങ്കിലും ചിലർ കിട്ടുന്നിടത്തോളം വാങ്ങിയേക്കാം എന്ന ചൂഷണ മനോഭാവമുള്ളവരാണ്. അത്തരക്കാരുടെ അടുത്ത് വിവേകത്തോടെ അതിരുകൾ നിശ്ചയിച്ചില്ലെങ്കിൽ അവർ നമ്മുടെ അസ്ഥിവാരം തോണ്ടും.
നാം ചെയ്ത നന്മകൾക്കൊന്നും യാതൊരു നന്ദിയുമില്ലാത്ത ഇക്കൂട്ടർ വീണ്ടും വീണ്ടും സഹായം ചോദിക്കുന്നതിന് ഒരു മടിയും കാണിക്കുകയില്ല. എന്താണ് ഇതിന് പരിഹാരം? നമുക്ക് കൃത്യമായ അളവ് നിശ്ചയിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നതിനാൽ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കേണ്ടതില്ല. വളരെ സ്പഷ്ടമായ ഒരു അതിര് നിശ്ചയിക്കുക. നിങ്ങൾ നൽകേണ്ട സഹായം എവിടെയാണ് അവസാനിക്കുന്നത്? അതിനുശേഷം ഒരാൾ തുടർച്ചയായി ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള അവസാനിപ്പിക്കാത്ത പ്രതീക്ഷകളിൽ നിന്ന് പിന്നോട്ടു പോകാൻ നാം പഠിക്കണം. സ്വന്തം മാനസിക സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള മറ്റുള്ളവരുടെ പ്രതീക്ഷകളിൽ നാം പെട്ടുപോകാതെ ശ്രദ്ധിക്കണം. അഞ്ചാമതായി നാം പഠിക്കേണ്ട പാഠം നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്നല്ലാതെ യെസ് എന്ന് പറയരുത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മെ അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രശ്നമാണ് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത് എന്ന് കരുതി നാം നമുക്ക് വേണ്ടാത്തതും താല്പര്യമില്ലാത്തതുമായ പല കാര്യങ്ങൾക്കും നോ എന്ന് പറയാതെ യെസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബലഹീനതയാണ്. ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിൽ നേരത്തെ തന്നെ ഇല്ല എന്ന് പറയുവാനുള്ള ധൈര്യം നാം കാണിക്കണം. കൂടുതൽ താമസിച്ചാൽ അഥവാ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇല്ല എന്ന് പറയുന്നത് ഒരു പ്രതികരണമാണ്, ശത്രുതയല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒടുവിൽ നിങ്ങൾ തന്നെ വിഷമിക്കും. ആരുടെയും പ്രേരണയ്ക്ക് കീഴ്വഴങ്ങി നിങ്ങളുടെ മാർഗത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും ഭ്രമിച്ചു പോകാതെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോകുവാൻ ആചാര്യ ചാണക്യൻ ഉപദേശിക്കുന്നു. ആറാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നത് നല്ലതാണ്. ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പലപ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കാം. പക്ഷെ എല്ലാ അഭിപ്രായങ്ങളും ശരിയെന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനങ്ങൾ എടുക്കാമെന്നോ കരുതരുത്. നിങ്ങളുടെ അനുഭവങ്ങളുടെയും അറിവുകളുടെയും അടിസ്ഥാനത്തിൽ വിവേകപൂർണമായി അഭിപ്രായങ്ങളെ വിലയിരുത്തിയതിനു ശേഷം തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ അറിവിൻ്റെയും താല്പര്യങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം അത്. നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിനാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാം, വിലയിരുത്താം, പക്ഷേ അതിൻ്റെ അടിമകളാകരുത് എന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. ഏഴാമതായി നാം പഠിക്കേണ്ട പാഠം നാം എടുക്കുന്ന ഏതു തീരുമാനത്തെയും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകുമെന്നുള്ളതാണ്. നാം എടുത്ത തീരുമാനത്തെ എതിർക്കുന്നവരുടെ എണ്ണം കൂടുതലായാൽ നാം എടുത്ത തീരുമാനം തെറ്റായിരിക്കണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ നിങ്ങളെടുത്ത ഏറ്റവും നല്ല തീരുമാനത്തെ പോലും എല്ലാവരും എതിർത്തെന്നു വരാം. പിന്നീട് നിങ്ങളുടെ തീരുമാനമായിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കുമ്പോഴായിരിക്കും എല്ലാവരും അത് അംഗീകരിക്കുന്നത്. ഏറ്റവും നല്ലതും മനസാക്ഷിക്ക് ചേർന്നതും നിങ്ങൾക്ക് ഉപകാരപ്രദവുമായ പദ്ധതികളുമായി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടെ പക്ഷത്തു തന്നെയായിരിക്കും. ആളുകൾ അജ്ഞത കൊണ്ടും അസൂയ മൂലവും നിങ്ങളെ എതിർക്കാം. അത് കാര്യമാക്കേണ്ടതില്ല. വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത 7 തത്വങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. ജീവിതം വിജയകരമായി തീരും. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.